بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة. ويل لكل همزة لمزة الذي جمع مالا وعدده. الذي جمع مالا وعدده يحسب أن ماله أخلده. يحسب أن ماله أخلده كلا لينبذن في الحطمة. كلا لينبذن في الحطمة وما أدراك ما الحطمة. وما أدراك ما الحطمة نار الله الموقدة. نار الله الموقدة التي تطلع على الأفئدة. التي تطلع على الأفئدة إنها عليهم مؤصدة. إنها عليهم مؤصدة في عمد ممددة. في عمد ممددة. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ ഹുമസ. 9 ആയത്തുകളുണ്ട്. ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ. വൈലുല്ലി വൈലു ലാമിന് തൻവീനാണ്, തൊട്ടുശേഷം ലാമും. ഇങ്ങനെ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാമോ റാഉ വന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന, ഗുന്നത്തു കൂടാതെ മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. വൈലുല്ലി. ഇവിടെ ചിലർ ഓതാറുള്ളത് വൈലുൻലി എന്നാണ്. ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല. ഇദ്ഗാമും ബിലാഗുന്ന ചെയ്തുകൊണ്ട്, അഥവാ വൈലുല്ലി വൈലുല്ലി കുല്ലി ഹുമസഹ, ഇങ്ങനെയാണ് ഓതേണ്ടത്. ഹുമസഹ ഹാ ശരിയായ രൂപത്തിൽ വരണം. വൈലുല്ലി കുല്ലി ഹുമസത്തിൻ ലുമസഹ. ഹുമസ സാ സാ എന്നും പറയാം, സായ് എന്നും പറയാം. സാ അസ് തേനീച്ചയുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദമാണല്ലോ സാ. ഹുമസ. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ. ഹുമസത്തിൻ. ഈ സ്ഥലത്തും തായിന് തൻവീനാണ്, തൊട്ടുശേഷം ലാമ്. അതുകൊണ്ട് ഇവിടെയും ഇദ്ഗാമും ബിലാഗുന്ന, ഉന്നത്തുകൂടാതെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതുക. ഹുമസത്തിൻ ലുമസഹ. അടുത്തായത്ത് അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ. അല്ലദീ ദാലാണ്, അല്ലദീ ദാലായി പോവാൻ പാടില്ല. അല്ലദീ ജമഅ. ജമഅ ഐന് ശ്രദ്ധിക്കണം. ജമഅ മാലൻ വ മാലൻ. ലാമിന് ഇവിടെയും തൻവീനാണ്, തൊട്ടുശേഷം വാവ്. ഇങ്ങനെ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം നൗമി, നൂൻ വാവ് മീം
യാ, ഈ 4 ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, ഗുന്നത്തോടെ ഇദ്ഗാം ചെയ്യണം. തൊട്ടു മുമ്പേ നാം സൂചിപ്പിച്ചത് സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം ലാമോ റാഉ വന്നാൽ ഇദ്ഗാമും ബിലാ ഗുന്നയാണല്ലോ, ഗുന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യാൻ. എന്നാൽ ഇവിടെ വാവ് വന്നാൽ അഥവാ നൗമി എന്ന പദത്തിലെ ഈ 4 ഹർഫുകളിൽ ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, ഗുന്നത്തോടെ ഇദ്ഗാം ചെയ്യണം. അത് എങ്ങനെയാണ്? ജമഅ മാലൻ വ മാലൻ വ, ഇങ്ങനെ ഉന്നത്തോടെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക. അല്ലദീ ജമഅ മാലൻ വഅദ്ദദഹ്, അവസാനത്തെ ഹായിനെ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് യഹ്സബു അന്ന മാലഹു അഖ്ലദഹ്. യഹ്സബു, ഇവിടെ ചിലർ യഹ്സബു എന്ന ഹായിൽ അല്പം കൽക്കലത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കാറുണ്ട്. കൊടുക്കേണ്ടതില്ല. കൽക്കലത്ത് കൊടുക്കാതെ യഹ്സബു യഹ്സബു അന്ന, ഷദ്ദുള്ള നൂനാണ്, നന്നായി മണിക്കണം. മാലഹു അഖ്ലദഹ്, മാലഹു. ഇവിടെ മദ്ദക്ഷരമായ വാവിനു ശേഷം ഹംസ വന്നല്ലോ, അതിനാൽ നന്നായി മദ്ദ് ചെയ്യണം. മാലഹു അഖ്ലദഹ്. അഖ്ലദ എന്ന് ഹായിൽ കൽക്കലത്ത് കൊടുക്കേണ്ടതില്ല. അഖ്ലദ എന്നല്ല, അഖ്ലദഹ്. അവസാനത്തെ ഹാവും ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് കല്ലാ ലയുൻബദന്ന ഫിൽ ഹുതമഹ്. കല്ലാ ലയുൻബദന്ന, ലയുൻ സുക്കൂനുള്ള നൂനാണ്, തൊട്ടുശേഷം ബാ വന്നു. ഇങ്ങനെ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് ചെയ്യണം. ഇഖ്ലാബ് അഥവാ മറിക്കുക. സാക്കിനായ നൂനിനെയും അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മറിക്കണം. ലയുംബ, ലയും, അല്ലാതെ ചിലരോതുന്നത് പോലെ ലയുൻബ എന്നല്ല, ലയുംബദന്ന, ലയുംബദ. ദാലാണ്, ദാലായി പോവാൻ പാടില്ല. ഫിൽ ഹുതമഹ്, ഹുത ആണ്, ഹുത എന്ന് തായി പോവാൻ പാടില്ല. ഫിൽ ഹുതമഹ്, അവസാനത്തെ ഹാവും ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് വമാ അദ്റാക മൽ ഹുതമഹ്. വമാ അദ്റാക, ഇവിടെയും നന്നായി മദ്ദ് ചെയ്യണം. മൽ ഹുത, ത ആണ്, തായി പോവാൻ പാടില്ല. മൽ ഹുതമഹ് എന്നല്ല, മൽ ഹുതമഹ്. വമാ അദ്റാക മൽ ഹുതമഹ്. അടുത്ത ആയത്ത് നാറുല്ലാഹിൽ മൂഖദഹ്. നാറു, റാ ആണ്, നാറുല്ലാഹി, അല്ലാഹ്, അല്ലാഹ്. നാറുല്ലാഹിൽ മൂഖദഹ്. അൽ മൂഖ, ഖാഫ്, മൂഖ എന്ന് കാഫായി പോകാൻ പാടില്ല. മൂഖദഹ്, അവസാനത്തെ ഹാവും ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത് അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദഹ്. അല്ലതീ തത്വ, ത, തോ. ഒന്നാമത്തെ ഹർഫ് ത ആണ്, രണ്ടാമത്തത് തോ ആണ്. ശ്രദ്ധിക്കണം. ഈ വാക്ക് നാം പ്രത്യേകം കണക്കിലെടുക്കണം. ചിലരൊക്കെ ഇവിടെ ഓതാറുള്ളത് തത്തലിഉ, മറ്റു ചിലർ തത്വലിഉ. ആ 2 പാരായണവും ശരിയല്ല. തത്വ, തത്വലിഉ. ഐനും ശ്രദ്ധിക്കുക. അലൽ അഫ്ഇദഹ്, ഫായിൽ കൽക്കലത്ത് കൊടുക്കേണ്ടതില്ല. അഫ്ഇദഹ് എന്നല്ല, അലൽ അഫ്ഇദഹ്. അവസാനത്തെ ഹാത്താവും ശ്രദ്ധിക്കുക. അടുത്ത ആയത്ത്
إنها عليهم مؤصدة إنها ഷദ്ദുള്ള നൂനാണല്ലോ, നന്നായി മണിക്കണം. ഇന്നഹ അലൈഹിം മുഅ്സദ അലൈഹിം മീമിനെ മണിച്ചുകൊണ്ട് ഓതണം. മുഅ്സദ ഇവിടെയുള്ള ഹംസയിൽ കലക്കലത്ത് കൊടുക്കേണ്ടതില്ല. ചിലരൊക്കെ ഇവിടെ ഓതാറുള്ളത് മുഅ്സദ അങ്ങനെ കലക്കലത്ത് കൊടുക്കാതെ മുഅ്സദ ഇന്നഹാ അലൈഹിം മുഅ്സദ സാദാണ്, സീനല്ല, മുഅ്സ എന്നല്ല, മുഅ്സദ. അവസാനത്തായത് ഫീ അമദിൻ മുമദ്ദദ ഫീ ഫാഇൻ്റെ കസ്ർ ശ്രദ്ധിക്കണം. ഫീ ഈ ആ ഈ ഊ ഫീ അമദിമ്മു മീമിനെ നന്നായി മണിച്ചുകൊണ്ട് ഓതണം. അമദിം മുമദ്ദദ അവസാനത്തെ ഹാവും ശ്രദ്ധിക്കുക. ഫീ അമദിം മുമദ്ദദ